വെൽക്കം ടു എപ്പിസോഡ് 4 ഓഫ് ദ പോണ്ടിശ്ശേരി ട്രിപ്പ്. അങ്ങനെ എപ്പോഴത്തെ പോലത്തെ മിറന്റെ മുമ്പിലുള്ള ഇങ്ങനത്തെ കളിയെല്ലാം കഴിഞ്ഞ് നമ്മളെ റൂമിൽ നിന്ന് ഇറങ്ങി. ഇനി നമ്മൾ നേരെ നാസ്തേക്കാൻ പോകുന്നത് ഇവിടുത്തെ ചേച്ചി ഉണ്ടാക്കിയ നല്ല ഇഡ്ലി ഉപ്മാവുണ്ട്. ഇഡ്ലിക്ക് ഉപ്മാവിന് ശേഷം അടുത്തത് ഫ്രൂട്ട്സ് ആണ്. എന്നിട്ട് അത് കഴിഞ്ഞ് കൈകാൻ പോയപ്പോ അവിടെ ഉണ്ട് ഒരാള്. ആരാ? മിറർ തന്നെ. അപ്പൊ പിന്നെ വെറുതെ പോകാൻ പറ്റുവാ? അത് കഴിഞ്ഞ് കൈകാൻ പോയപ്പോണ്ട് അപ്പുറം വേറെ മിറർ. എന്താ ചെയ്യാ, ഫുൾ മിറർ തന്നെ. എനിക്കാണ് എത്ര എടുത്തിട്ടും റാഹത്താവുന്നില്ല. എന്നിട്ട് ലാസ്റ്റ് ഉച്ചാവും തോന്നിയപ്പോ ഞാൻ തന്നെ എന്നെ പിടിച്ചിറക്കി. എന്നിട്ട് നമ്മൾ സ്ഥിരം പരിപാടിയായി നടത്താൻ തുടങ്ങി. ഇന്നിപ്പോ പുതിയ ഡേ പുതിയ ഔട്ട്ഫിറ്റ്. അപ്പൊ എല്ലാരെയും പോലെ തന്നെ അവൻ ഞാനും എന്താ നോക്കാം, ഫോട്ടോ എടുക്കാൻ ഒരു സ്ഥലമല്ലേ. അങ്ങനെ നടന്നായിട്ട് നമ്മളൊരു ബീച്ചിലെത്തി. നല്ല പൊള്ളുന്ന വെയിലാണ്ട് തന്നെ ബീച്ചിന് അടുത്തേക്ക് പോകാൻ പറ്റില്ല. ഞാനാണെങ്കിൽ വരുമ്പോ പോണ്ടിക്ക് മാച്ചാന്ന് പറഞ്ഞിട്ട് ഈ മുഞ്ചുള്ള കൊടയും എടുത്തു. അപ്പൊ എന്തായാലും എടുത്ത്. അപ്പൊ പിന്നെ അതും പിടിച്ച് രണ്ട് നടത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ഇതാണ് ഞാൻ പറഞ്ഞ ബീച്ച്. പിന്നെ ഇതാണ് ഫ്രഞ്ച് കൺസുലേറ്റ് ബിൽഡിംഗ്. പിന്നെ ഇന്നും എന്ത് ചെയ്യണമെന്നോ എവിടെ പോകണമെന്നോ ഇന്നലത്തെ പോലെ തന്നെ ഒരു ഐഡിയ ഇല്ല. പക്ഷെ ഒരു കണക്കിന് പറഞ്ഞാൽ അതല്ലേ നല്ലേ. എന്നിട്ട് നമ്മൾ ഓട്ടോ കയറി ബോട്ടിങ്ങിലുള്ള സ്ഥലത്തേക്ക് പോയി. എന്നിട്ട് ഇത് എന്തോ ഒരു വണ്ടി. എന്നാ പിന്നെ ഞാൻ കയറാന്ന് വിചാരിച്ചു. ഇതിലാണ് എന്റെ ഡ്രൈവറിനൊന്നും കാണുന്നില്ല. ഞാൻ പിന്നെ ഭയങ്കര ഹൈറ്റ് ആയതുകൊണ്ട് എന്റെ തലയിലെ മേലെ തട്ടുന്നു. എന്താ ചെയ്യാല്ലേ. എന്നിട്ടൊരു ഐസ്ക്രീം തിന്നാൻ വിചാരിച്ചു. പിന്നെ അതും കഴിഞ്ഞ് നമ്മൾ ഓട്ടോ കയറി നേരെ വൈറ്റ് ടൗണിലേക്ക് തന്നെ പോന്നാം. അപ്പൊ പിന്നെ അത്രേ ഉള്ളൂ. അപ്പൊ ഓക്കെ, ബൈ.